Hi, Namaste, welcome back viewers, welcome back to my channel Vinchera. ക്രിപ്റ്റോ മാർക്കറ്റിൽ സക്സസ്ഫുൾ ആയി ട്രേഡ് എങ്ങനെ എടുക്കാൻ പറ്റും, അതേപോലെ നമുക്ക് പ്രോപ്പർ എൻട്രിയും എക്സിറ്റും റിവേഴ്സൽ പോയിന്റും കറക്റ്റായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൽ ക്രിപ്റ്റോ മാത്രമല്ല NSE മാർക്കറ്റ് ഉണ്ട്, MCX ഉണ്ട്, ഫോറക്സ് ഉണ്ട്, അതേപോലെ കംപ്ലീറ്റ് മാർക്കറ്റ് സപ്പോർട്ടാണ്. നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ മറ്റ് ചാർട്ടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൈഡ് വേസ് ഐഡൻറ്റിഫൈ ചെയ്യാം. കറക്റ്റായിട്ട് നമുക്ക് എവിടെ എൻട്രി എടുക്കുന്നത്, എവിടെ എക്സിറ്റ് ചെയ്യുന്ന കറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്മുടെ സോഫ്റ്റ്വെയറിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഫ്രഷേഴ്സിനൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജി തന്നെയാണ് ലേറ്റസ്റ്റ് വേർഷൻ 8.1. അപ്പോൾ ഇന്നത്തെ ക്രിപ്റ്റോ ഓയിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ക്രിപ്റ്റോ ഓയിൽ മോർണിംഗിൽ തൊട്ട് നമുക്ക് BTCയിൽ നല്ലൊരു അപ് ട്രെൻഡ് ഉണ്ടായിരുന്നു. മോർണിംഗിൽ നല്ലൊരു, അതായത് 3 ടാർഗറ്റ് അടിച്ചതിന് ശേഷം മാർക്കറ്റ് ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ചെറിയൊരു ഡൗൺ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് അവിടെ ഒരു ഡൗൺ സൈഡ്, അതായത് പ്രോപ്പർ ഒരു നല്ലൊരു ഡൗൺ ചാൻസ് അവിടെ ഉള്ള സോഫ്റ്റ്വെയർ കറക്റ്റ് ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു എൻട്രി എടുക്കാനും പറ്റി. നമുക്ക് അതേപോലെ റിവേഴ്സിൽ, അതായത് നമുക്ക് കറക്റ്റായിട്ട് മാർക്കറ്റ് റിവേഴ്സ് പോകുന്ന പോയിന്റ് കറക്റ്റ് എക്സിറ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫിക്കേഷൻ, അതായത് മാർക്കറ്റ് എവിടെ ട്രേഡ് എടുക്കണം, എവിടെ എക്സിറ്റ് ചെയ്യണം, എവിടെ ഇനി തിരിച്ച് കയറുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ സോഫ്റ്റ്വെയറിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കറക്റ്റായിട്ട് ഫ്രഷേഴ്സിനൊക്കെ പെട്ടെന്ന് മനസ്സിലാകുകയും ചെയ്യും നമ്മുടെ സോഫ്റ്റ്വെയറിലൂടെ. അപ്പോൾ ഇന്നത്തെ ബിറ്റ് കോയിനിൽ നമുക്ക് ചാർട്ട് ഇവിടുന്ന് ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് രാവിലെ നമുക്ക് തന്നതാണ് ഈ ബൈസിക്കിൽ. അത് അപ്രോക്സിമേറ്റ് 4:45 തന്നതാണ്. ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ആയി 15 മിനിറ്റ്സിൻ്റെ ചാർട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടൈം ഫ്രെയിം എപ്പോഴും 5:15, 5-നേക്കാളും കൂടുതൽ, 5 ഒക്കെ കുറച്ചുകൂടെ റിവേഴ്സലുകൾ വരാൻ സാധ്യത കൂടുതലുണ്ട്. പക്ഷേ 15 കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിരിക്കും സിഗ്നൽസ്. ഇപ്പോൾ 15 ഇന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം നമുക്ക് ബൈസിക്കിലും മോർണിംഗിൽ തന്നിട്ടുണ്ട്. അതിന് എൻട്രി പോയിന്റും ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൺഫർമേഷൻ ഓൾറെഡി ഉണ്ടായിരുന്നു. കാരണം താഴത്തെ കൺഫർമേഷൻ ബാർ, ഈ ബാർ നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ നിന്നൊരു ഗ്രീൻ കളർ തന്നെയാണ്. അപ്പോൾ ക്യാൻഡിൽ കളറും താഴെയും കൂടെ ഒന്നിച്ച് വന്നപ്പോൾ ട്രേഡ് എടുത്തു. അവിടുന്ന് മാർക്കറ്റ് നേരെ പോയി നമുക്ക് പൊസിഷൻ എക്സിറ്റ് ചെയ്ത് ഇവിടുന്നാണ് തിരിഞ്ഞ് ഇറങ്ങാൻ ചാൻസ് നോക്കി. അത് പറയാൻ കാരണം ഇവിടെ ട്രെൻഡ് ലൈൻ, ഈ ലൈൻ ട്രെൻഡ് ലൈൻ ആണ്, മാർക്കറ്റിൻ്റെ അപ് ഡൗൺസ് ലൈനാണ്. ഈ ലൈൻ ഇവിടുന്ന് തിരിഞ്ഞിട്ടുണ്ട്. പക്ഷെ നോക്കുകയാണെങ്കിൽ താഴെ അപ്പോഴും ഗ്രീൻ ആണ്. അതിനർത്ഥം അവിടെ ഒരു ഡൗൺ സൈഡ് നടക്കുന്ന ഒരു മാർക്കറ്റ് ചെറിയ ഡൗൺ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ പ്രോപ്പർ ഡൗൺ, അതായത് നമുക്ക് സെൽ എടുക്കാൻ പാകത്തിന് ഡൗൺ വന്നിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും പിടിക്കാൻ നോക്കരുത്. അവിടെ പൊസിഷൻ തിരിഞ്ഞ് ഇറങ്ങുമ്പോൾ എക്സിറ്റ് ചെയ്യുക. പക്ഷേ ഇനി തിരിച്ച് കയറ്റം ചിലപ്പോൾ കുറച്ച് ഇറങ്ങിയിട്ട് കയറുകയും ചെയ്യും. അത് ഒരുപാട് ഇറക്കമില്ലാത്തതുകൊണ്ടാണ് അവിടെ നമുക്ക് പ്രോപ്പർ ഒരു ഡൗൺ തരാത്തത്. അതായത് നമുക്ക് അവിടെ റിട്രേസ്മെൻറ്റ്, അതായത് തിരിച്ച് മാർക്കറ്റ് പിന്നെ കയറുന്നൊരു ചാൻസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് റെസിസ്റ്റൻസിനെ കട്ട് ചെയ്ത് പിന്നെ കയറുമ്പോൾ റീ എൻട്രി തരും. ആ സമയത്ത് നമുക്ക് രണ്ടാമത് എൻട്രി എടുക്കാം. അതായത് ഒരു ട്രേഡ് നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ലാത്തവർക്ക് അടുത്ത ട്രേഡ് എവിടെ പിടിക്കാമെന്നുള്ള ഇൻഡിക്കേഷനും സോഫ്റ്റ്വെയർ തരും. അതോടൊപ്പം റെസിസ്റ്റൻസിനെ സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത ബ്രേക്ക് ആണെന്ന് കറക്റ്റ് മനസ്സിലാവുകയും ചെയ്യും നമ്മുടെ സോഫ്റ്റ്വെയറിലൂടെ. ഓക്കെ, ഇപ്പോൾ ഇതിൽ കളർ വ്യത്യാസം, അതായത് ഒരു ട്രേഡ് എടുത്ത് പെട്ടെന്ന് റിവേഴ്സ് പോലെ എക്സ്ട്രാ കളർ വഴി കാണിച്ചു തരും. അതേപോലെ കളർ ചേഞ്ച് കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ തരും. അതേപോലെ നമുക്ക് റിവേഴ്സ്, അതായത് ഇതിനകത്ത് എക്സ്ട്രാ കളർ പല കളേഴ്സ് ഉണ്ട്, ബ്ലൂ, വൈറ്റ്, ഓറഞ്ച്, ഹോളോ ക്യാൻസി, ഇതൊക്കെ പല കളേഴ്സും നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ പ്രോപ്പറായിട്ട് ഇപ്പോൾ സ്ട്രോങ് ബ്രേക്ക് ആണെന്ന് അറിയാം. റെസിസ്റ്റൻസിൻ്റെ സ്ട്രെങ്ത്ത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലായി. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ബൈ വന്ന സ്ട്രോങ് ബ്രേക്ക് ആയിരുന്നു. അതാണ് റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്ത്. അപ്പോൾ അതുപോലത്തെ ട്രേഡുകളൊക്കെ നമുക്ക് കൂടുതൽ ഹോൾഡ് ചെയ്ത് വെച്ച് നമുക്ക് ലോങ് റിട്ടേൺസ് നമുക്ക് എടുക്കാൻ സാധ്യത കൂടുതലാണ് സോഫ്റ്റ്വെയറിലൂടെ. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്താൽ മതി. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.